എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിശ്ചല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 7-ന്റെ 2ഉം 3ഉം വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ആശങ്കയും ആശ്വാസവും ഒരുപോലെ നിഴലിച്ച് നിൽക്കുന്ന പ്രതിപാദ്യങ്ങളാണ് കാണുന്നത്. ഒരു അന്തിമ സമൂല നാശത്തിൻ്റെ കാറ്റുകളെ പ്രപഞ്ചത്തിൻ്റെ 4 കോണുകളിലും നിലയുറപ്പിച്ച പ്രധാന മാലാഖമാർ തടഞ്ഞു വച്ചിരിക്കുന്നു. ഈ തടയൽ ഒരു താൽക്കാലികമാണ്. കാരണം വിശുദ്ധന്മാരെ മുദ്രയിട്ട ശേഷം മാത്രമേ കാറ്റുകളെ അഴിച്ചുവിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർ കൂടെ ദുഷ്ടന്മാരോടൊപ്പം നശിച്ചു പോകും എന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ വിശുദ്ധന്മാരെ ദുരിതങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറ്റി നിർത്താൻ സാധിക്കില്ല. അവയിൽ കൂടി കടത്തിവിട്ട് രക്ഷിക്കാനാണ് അവരെ മുദ്ര കുത്തുന്നത്. 9-ാം വാക്യത്തിൽ ദർശനം കുറെ കൂടെ വിപുലപ്പെടുന്നതായി പിന്നീട് നമുക്ക് കാണാം. കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി രക്ഷപ്പെട്ട വിശുദ്ധന്മാർ പൂർണ്ണ സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ളവരായി ദൈവസന്നിധിയിൽ കാണപ്പെടുന്നു. ഇവിടെ 3 ഘടകങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ദുരിതങ്ങളെ പറ്റിയുള്ള മുന്നറിയിപ്പ്. 2, മുദ്രയിടപ്പെട്ട വിശ്വാസികൾ ഭയങ്കരമായ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നശിച്ചു പോകയില്ല എന്ന ഉറപ്പ്. 3, അന്തിമമായി വേദനയും ദുഃഖവുമില്ലാത്ത അനന്ത സൗഭാഗ്യത്തിലേക്ക് അവർ പ്രവേശിക്കും എന്നുള്ള ദൈവിക വാഗ്ദാനം. യോഹന്നാൻ ഒരു വലിയ പ്രപഞ്ച വീക്ഷണം ഈ ഭാഗത്ത് നൽകുന്നുണ്ട്. ആ കാലഘട്ടത്തിലേതായിരുന്നു ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും കാണിക്കുക എന്ന പ്രത്യേകത. പരന്ന സമചതുരാകൃതിയിലുള്ള ഭൂതലം, അതിൻ്റെ 4 മൂലയ്ക്കും 4 മാലാഖമാർ. അവർ കാറ്റുകളെ നിയന്ത്രിക്കുന്നു. അവർക്ക് ആജ്ഞ ലഭിക്കുന്ന പ്രകാരം പ്രവർത്തിക്കുന്നു. പരന്ന ഭൂതലം ഒരു തട്ടുപോലെ സമുദ്രത്തിന്മീതെ സ്ഥാപിതമായിരിക്കുന്നു എന്നായിരുന്നു പ്രാചീന ലോകത്തിലെ വിശ്വാസം. പഴയ നിയമത്തിൽ നമുക്കിത് വായിക്കാൻ പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലും എഗസ്കേൽ 7-ാം അധ്യായത്തിലും അതുണ്ട്. അതുപോലെ തന്നെ കാറ്റുകളെ സംബന്ധിച്ചുള്ള പ്രാചീന ധാരണകൾ പഴയ നിയമത്തിലും ഇടക്കാല സാഹിത്യങ്ങളിലും പുതിയ നിയമത്തിലും പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലും വളരെ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നതാണ്. വടക്കൻ കാറ്റും തെക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും കിഴക്കൻ കാറ്റും ഭൂവാസികൾക്ക് ഗുണകരമാണെന്നും എന്നാൽ ഈ കാറ്റുകളെ ഭേദിച്ച് കുറുകെ അടിക്കുന്ന കാറ്റുകൾ ദോഷകരമാണെന്നും പ്രാചീന ലോകം വിശ്വസിച്ചു. അതുകൊണ്ടാണ് വിനാശകരമായ കാറ്റുകൾ അഴിച്ചുവിടുന്നതിന് ദൂതന്മാർ ഭൂമിയുടെ 4 കോണുകളിലും നിലയുറപ്പിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പ്രകൃതിയിലെ വ്യത്യസ്ത ശക്തികളെ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് ദൈവദൂതന്മാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നും പ്രാചീന വിശ്വാസമുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ അഗ്നിയുടെ ദൂതന്മാർ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ, ജലാശയങ്ങളുടെ ദൂതന്മാർ 16-ാം അധ്യായം. ഈ ദൂതന്മാരെ ശുശ്രൂഷ ചെയ്യുന്ന മാലാഖമാർ എന്നാണ് അവരെ നാമകരണം ചെയ്തിരിക്കുന്നത്.
അവർ സർവ്വനേരവും ജോലിയിലാകാൻ ശബദ്ധാരണ ആചരണം പോലും സാധ്യമല്ല. ആകയാൽ അവർ ഏറ്റവും താണ നിലയിലുള്ള ദൂതന്മാർ. ഈനോക്കിൻ്റെ പുസ്തകത്തിൽ ജലാശയങ്ങളെ നിയന്ത്രിക്കുന്ന ദൂതന്മാരെ പറ്റി പറയുന്നുണ്ട്. ഈനോക്ക് 66. നോഹയുടെ പെട്ടകം പൂർത്തിയാകുന്നത് വരെ പേമാരി ചൊരിഞ്ഞ് ജലപ്രളയം തടഞ്ഞു നിർത്തിയത് ഇവരാണ് എന്ന് കരുതുന്നു. അഗ്നിയെ നിയന്ത്രിക്കുന്ന ദൂതന്മാർ എരിയുന്ന ദീപങ്ങളുമായി നിന്ന് ബാബിലോണിയർ യെരുശലേം ആക്രമിച്ചപ്പോൾ ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ ഒളിച്ച് വയ്ക്കുന്നത് വരെ അക്രമികളെ തടഞ്ഞു എന്ന് ബാരൂക്കിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാറ്റുകളെ ദൈവസേവകന്മാരായി പഴയ നിയമം ചിത്രീകരിച്ചിരിക്കുന്നു. ചിലപ്പോൾ കാറ്റുകൾ ദൈവത്തിൻ്റെ രഥങ്ങളായി പ്രവർത്തിക്കുന്നു. ധാരാളം ഭാഗത്ത് പഴയ നിയമത്തിൽ നമുക്കിത് കാണാം. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം, 9-ാം അധ്യായം, ഇരമ്യാവ് 4-ാം അധ്യായത്തിലും, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ, അങ്ങനെ തുടങ്ങി ഇയ്യോബ് രാജാക്കന്മാരുടെ പുസ്തകം, ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെയുള്ളൊരു ചിത്രീകരണം കാണാം. കൊടുങ്കാറ്റിൻ്റെ വിനാശങ്ങളെപ്പറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ പാർക്കുന്ന ആളുകൾക്കറിയാവുന്നതിൻ്റെ അത്രയും ഒരു പക്ഷെങ്കിൽ മലയാളികൾക്കറിയാം എന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മുടെ കടൽ തീരദേശങ്ങളിൽ ചിലപ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. കാറ്റ് ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ഇന്നത്തെ ശാസ്ത്രീയ വിജ്ഞാനം അന്ന് യഹൂദന്മാർക്കോ ദാർശനികനായ യോഹന്നാനോ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. സർവത്തിനും കാരണഭൂതനായ ദൈവത്തിൽ നിന്ന് അവൻ്റെ ആജ്ഞാനുസരണം കാറ്റ് പുറപ്പെടുന്നുവെന്ന് അവർ വിശ്വസിച്ചതിൽ ഒട്ടും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. ഭീകര ദുരിതങ്ങൾ ലോകത്തിൽ അഴിച്ചുവിടുന്നതിന് മുൻപ് വിശ്വാസികളെ ദൈവത്തിൻ്റെ മുദ്ര കുത്തേണ്ടത് ആവശ്യമായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. ഇത് വലിയ ഒരു പ്രതീക്ഷയാണ്, ആശ്വാസകരമായ ഒരു ദർശനമാണ്. മുദ്ര കുത്തുന്ന ദൂതൻ കിഴക്ക് സൂര്യോദയത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. ഇതിന് 2 അർത്ഥങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന്, പ്രകാശവും ജീവനും പ്രദാനം ചെയ്യുന്ന സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. അതുകൊണ്ട് ദൈവം അന്ധകാരകാലത്തിലും തൻ്റെ ജനത്തിന് പ്രദാനം ചെയ്യുന്ന പ്രകാശവും ജീവനുമാണ് ഈ ദൂതൻ കൊണ്ടുവരുന്നത് എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ യേശുക്രിസ്തുവിൻ്റെ തിരുവവതാര കഥകൾ ചില കാര്യങ്ങൾ യോഹന്നാൻ്റെ ചിന്തയിൽ ഉദിച്ചിരിക്കാം. കിഴക്ക് നക്ഷത്രം കണ്ട പൂർവ്വദേശ ശാസ്ത്രികളെ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പോലെ കിഴക്ക് നിന്ന് വരുന്ന ദൂതനെ യോഹന്നാൻ ദർശിച്ചിട്ടുണ്ടാവാം. എന്തായാലും ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് നെറ്റിയിൽ മുദ്ര കുത്തുന്നത് വരെ ഈ കാറ്റുകളെ അഴിച്ചുവിടാതിരിക്കാൻ തടഞ്ഞ് നിർത്തുന്ന ദൂതന്മാർ. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തീർച്ചയായും വിനാശകരമായ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കും. എന്നാൽ ദൈവത്തിൽ വിശുദ്ധരായവരെ സംരക്ഷിക്കാൻ അവരുടെ നെറ്റിമേൽ മുദ്ര കുത്തുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി. മുദ്ര എന്ന് പറയുന്നത് തന്നെ യജമാനൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ളതാണ്. മറ്റൊന്ന്, യജമാനൻ്റെ സ്വന്തമാണ്, കീഴ്പ്പെട്ടിരിക്കുന്നു, അധികാരത്തിനും നിയന്ത്രണത്തിനും വിധേയമാണ്. ഒരു വസ്തു മുദ്ര ഏൽക്കുന്നത് അങ്ങനെയാണ്, ഇതാരുടേത് എന്ന് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഈ വലിയ സംരക്ഷണത്തിൻ്റെ വലയത്തിനുള്ളിലായിരിക്കും എന്നതിൽ തർക്കമില്ല. മുദ്ര കുത്തപ്പെട്ടവരായി പിന്നീട് കർത്താവിനെ ആരാധിക്കുന്ന, സിംഹാസനത്തിന് ചുറ്റും ആരാധിക്കുന്ന വലിയ ചിത്രമാണ് താഴേക്ക് നമ്മൾ വായിക്കുന്നത്. പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ദൈവത്തിൻ്റെ വചനം. യുഗാന്ത്യ ദർശനങ്ങളെ അടർത്തി യോഹന്നാൻ നമുക്കത് പങ്കുവയ്ക്കുന്നു. അടുത്ത ചിന്തയിൽ നമുക്കത് പരിശോധിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഏഴകളാടിയങ്ങളുടെ ആയുസ്സിൽ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ
പകൽക്കാല ജീവിതത്തിന് ആവശ്യമായ ബലവും കൃപയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലും യാത്രാവേളകളിലും കർത്താവിൻ്റെ സാന്നിധ്യം നൽകി കൂടെ ഇരിക്കണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്ന് കാക്കണമേ. ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും സൂക്ഷിക്കണമേ. അവിടുന്ന് ഞങ്ങളെ കരുതുന്ന ദൈവമെന്ന് അവിടുത്തെ വചനം ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അങ്ങയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ശാരീരികമായ ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്നവരെ ബലപ്പെടുത്തുന്ന കരം നീട്ടണമേ. ഒറ്റപ്പെട്ടു പോയവർക്ക് അവിടുത്തെ സഹിത്വം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മയോടെ വിനയത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് പുതിയ വർഷത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാനും ജീവിപ്പാനും സഹായിക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.